നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഒയാസിസ് കമ്പനിയുമായി മന്ത്രി എം.പി. രാജേഷ് ഡിസ്റ്റിലറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കണ്ണൂർ DCC ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6ഓളം കമ്പനികൾക്ക് ആരുമറിയാതെ ഡിസ്റ്റിലറി തുടങ്ങാൻ അനുമതി നൽകിയതിൽ വൻ അഴിമതിയുണ്ട്. എലപ്പുള്ളിയിൽ പഞ്ചായത്ത് അധികൃതർ ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അവിടുത്തെ MP-യും MLA-യും അറിഞ്ഞിട്ടില്ല. ഭൂമി വിണ്ടുകീറി കുടിവെള്ളം കിട്ടാത്ത പ്രദേശത്താണ് ബ്രൂവറി തുടങ്ങുന്നതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മദ്യമാണോ വേണ്ടത്, കുടിവെള്ളമാണോ വേണ്ടതെന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നുവരുന്നത്. ഈ പദ്ധതികൾ ജനങ്ങളുടെ താൽപര്യത്തിന് എതിരാണ്. ഇതിനെതിരെ CPI ജില്ലാ കമ്മിറ്റി പ്രസ്താവന ഇറക്കിയിട്ടുമുണ്ട്. പ്ലാച്ചിമടയിൽ കോളയ്ക്കെതിരെ സമരം നടത്തിയത് CPI ആണ്. അവർ കുടിവെള്ള ചൂഷണത്തിനെതിരെ രംഗത്ത് വരുമെന്നാണ് കരുതുന്നത്. അഴിമതിയുണ്ട്. മുൻ DYFI നേതാവായ മന്ത്രി M.P. രാജേഷ് ഇതിനൊക്കെ കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. മന്ത്രിക്ക് എന്തോ പ്രത്യേക താൽപര്യമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. 2018 ഒഴിവാക്കിയ ഒയാസിസ് കമ്പനിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയത് ടെൻഡർ വിളിക്കാതെയാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മലബാർ ഡിസ്റ്റിലറിക്ക് 1 ലക്ഷം ലിറ്റർ വെള്ളം അനുവദിക്കാത്തവരാണ് 5 ലക്ഷം ലിറ്റർ വെള്ളമെടുക്കാൻ സ്വകാര്യ ഡിസ്റ്റിലറിക്ക് അനുമതി നൽകിയത്. മഴനിഴൽ പ്രദേശമായ ഇവിടെ ജനങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല. മലമ്പുഴ ഡാമിൽ നിന്നും ഡിസ്റ്റിലറിക്ക് ആവശ്യമായ വെള്ളം എടുക്കാമെന്നാണ് പറയുന്നത്. ഇത് നടക്കാനും പോകുന്നില്ല. കാർഷിക ഇതര ആവശ്യങ്ങൾക്കായി ഡാമിൽ നിന്നും വെള്ളം എടുക്കരുതെന്ന് കോടതി വിധിയുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ നയത്തിൽ മാറ്റം വരുന്നത്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നയത്തിൽ മാറ്റം വന്നത്. 2022 റിജക്ട് ചെയ്ത കമ്പനിയുമായി മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? മന്ത്രി വ്യക്തമാക്കണം. ആ സംസാരത്തിന്റെ വെളിച്ചത്തിലല്ലേ പുതിയതായി മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്. മദ്യനയത്തിൽ മാറ്റം വരുത്തിയ ശേഷം അത് നിയമപരമായി ചെയ്യാനാണ് ക്യാബിനറ്റിൽ കൊണ്ടുപോയത്. 2018 ഒരു നിയമവും പാലിക്കാതെ ബ്രൂവറികളും ഡിസ്റ്റിലറികളും അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത നടപടി ഓർത്തുകൊണ്ടാണ് ഇത്തവണ നിയമപരമായി ചെയ്യാൻ മുന്നോട്ട്. ഫലത്തിലുള്ള സ്ഥിതി എന്താണ്? ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇനിയും കിട്ടാൻ പോകുന്നില്ല. അതിനനുബന്ധമായി മറ്റൊരു കാര്യം കൂടി, സർക്കാരിന്റെ ഒരു ഡിസ്റ്റിലറി അവിടെയുണ്ട്. പഴയ ചിറ്റൂർ ഷുഗർസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മലബാർ ഡിസ്റ്റിലറീസ്. അവര് അവിടെ പ്രൊഡക്ഷൻ ഇല്ല, കാരണം വെള്ളമില്ലാത്തതുകൊണ്ടാണ്. പ്രൊഡക്ഷൻ ആരംഭിക്കാൻ വേണ്ടി 1 ലക്ഷം ലിറ്റർ വെള്ളം വേണമെന്നാവശ്യപ്പെട്ട് അതിന് വാട്ടർ അതോറിറ്റിക്ക് പണമടച്ച് കാത്തിരിക്കുകയാണ്. സ്വന്തം വകുപ്പിലുള്ള ഒരു ഡിസ്റ്റിലറി, പൊതുമേഖലാ സ്ഥാപനമായ ഡിസ്റ്റിലറിക്ക് 1 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാത്ത എക്സൈസ് മന്ത്രിയാണ് പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പനിക്ക് ഇപ്പോൾ അനുവാദം കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നയങ്ങളാണ് നടപ്പിലാക്കുന്നത്. പ്ലാച്ചിമടയിൽ ജലചൂഷണത്തിനെതിരെ സമരം നടത്തിയ VS അച്യുതാനന്ദനെ ഈ സമയം ഓർത്തുപോവുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പിണറായി ഇത്തരം കമ്പനികളുടെ കൂടെയായിരുന്നു. അദ്ദേഹം സമരങ്ങളിൽ ഉണ്ടായിരുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞു.